സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് പുതിയ യൂട്യൂബേഴ്സിന് കുറച്ച് അഡ്വൈസ് തരാൻ വേണ്ടിയാണ്. അതിൻ്റെ കാരണം, ഞാനിപ്പോൾ 2.5 വർഷത്തിൽ കൂടുതലായി യൂട്യൂബ് ചെയ്യുന്നു. ഇതുവരെ ഹാഫ് മോണിറ്റൈസേഷൻ പോലും ആകാൻ കഴിഞ്ഞിട്ടില്ല. 850-ൽ പരം വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ആദ്യകാലത്തൊന്നും അറിയാൻ വയ്യാതെ യൂട്യൂബ് തുടങ്ങണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ പല രാജ്യങ്ങളിൽ ഞാൻ പോകാറുണ്ട്. ഒരു ട്രാവൽ വ്ളോഗാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു ട്രാവൽ വ്ളോഗിൻ്റെ വീഡിയോ ഇടാൻ തുടങ്ങി. 10-70 വീഡിയോ ഇട്ടതുവരെയും എനിക്ക് തമ്പനെയിലൊന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. ഞാൻ നമ്മുടെ യൂട്യൂബിനെ ക്ലാസ് എടുക്കുന്ന പലരുമുണ്ട്. ഷിജോ പി എബ്രഹാം, കോർണർ ടു മലയാളം യൂട്യൂബ് ചാനൽ, ഇങ്ങനെയുള്ള ചാനലുകൾ കേട്ട് തമ്പനെയിൽ കൊടുക്കണം എന്ന ആവശ്യമൊക്കെ മനസ്സിലാക്കി അത് ഉണ്ടാക്കാൻ പഠിച്ചു. അങ്ങനെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. നമ്മളെങ്ങനെയാണെങ്കിലും 1 വർഷത്തിനുള്ളിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ ശ്രമിക്കണം പരമാവധി. അല്ലാത്ത പക്ഷം 365 ദിവസം കഴിഞ്ഞ് 66-ാമത്തെ ദിവസം മുതൽ നമ്മുടെ ഓരോ ആദ്യത്തെ ദിവസം കിട്ടിയ മണിക്കൂർ കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരുടെ മുൻപിൽ പോയി അപേക്ഷിച്ച് കഷ്ടപ്പെട്ട് കിട്ടിയ മണിക്കൂർ കുറയുമ്പോൾ നമുക്ക് വലിയ സങ്കടം വരും. അത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. എല്ലാവരും മോണിറ്റൈസേഷനായി ആക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് യൂട്യൂബ് ആരംഭിക്കുന്നത്. എനിക്കും അങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു. നാളെ ഇതുവരെയായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പം കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത സമയം ഓരോ ദിവസം, ചില ദിവസങ്ങളിൽ 10 മണിക്കൂറൊക്കെയാണ് കുറഞ്ഞു പോകുന്നത്. അത് കാണുമ്പോൾ ഭയങ്കരമായ സങ്കടം വരും. കാരണം വളരെ കഷ്ടപ്പെട്ട് മാരാമൺ കൺവെൻഷനും മണർകാട് പള്ളിയും ആറന്മുള അമ്പലവും ഇങ്ങനെ വിവിധമായ സ്ഥലങ്ങളിൽ പോയി ഉണ്ടാക്കിയെടുത്ത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നിർമ്മിച്ച വീഡിയോയ്ക്ക് പരാജയം വരുമ്പോൾ, അങ്ങനെ കിട്ടിയ മണിക്കൂർ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് സങ്കടം വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, 1 വർഷത്തിനുള്ളിൽ, അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ 4000 വാച്ച് അവറാണ് 1 വർഷത്തിനുള്ളിൽ നമുക്ക് ലഭിക്കേണ്ടത്. ഒരു ക്രൈറ്റീരിയ അങ്ങനെയാണ്. അല്ലെങ്കിൽ 10 മില്യൺ വ്യൂവേഴ്സാണ് 3 മാസം കൊണ്ട് ലഭിക്കേണ്ടത്. ഇവയിലേതെങ്കിലും നേടിയെങ്കിലേ നമുക്ക് മോണിറ്റൈസേഷന് ലഭിക്കുകയുള്ളൂ. അതിൽ ഈ 3 മാസം കൊണ്ടുള്ള 10 മില്യൺ വ്യൂവേഴ്സ് നമുക്ക് ചിന്തിച്ചാൽ എല്ലാവർക്കും നേടാൻ പറ്റത്തില്ല. പിന്നെ കുറച്ചെങ്കിലും ഒക്കുന്നത് നമ്മുടെ 4000 വാച്ച് അവേഴ്സ് 1 വർഷത്തിനുള്ളിൽ എന്നുള്ളതാണ്. 1 വർഷം കഴിയുമ്പോൾ 366-ാമത്തെ ദിവസം മുതൽ നമ്മുടെ 1-ാമത്തെ ദിവസത്തെ വാച്ച് അവർ കുറയും. അല്ലാതെ 1 വർഷത്തെ മൊത്തം വാച്ച് അവർ അല്ല കുറയുന്നത്, 1-ാം ദിവസത്തെ വാച്ച് അവർ കുറയും. അപ്പോൾ 1-ാം ദിവസം നമുക്ക് 10 മണിക്കൂർ വാച്ച് അവർ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് 366-ാമത്തെ ദിവസം 1 മണിക്കൂറെങ്കിലും വാച്ച് അവർ കിട്ടണമെങ്കിൽ നമ്മൾ 11 മണിക്കൂർ വാച്ച് അവർ നേടണം. അപ്പോഴേ 1 മണിക്കൂറെങ്കിലും കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വാച്ച് അവർ കുറഞ്ഞു പോകുന്നത് കാണുമ്പം നമുക്ക് നമുക്ക് നേടാൻ സാധിക്കത്തില്ല. അതിന് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമത് ഞാൻ പറയുന്നു, 1 വർഷത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടാണെങ്കിലും വീഡിയോകൾ തുടർച്ചയായിട്ടിട്ടും സമയബന്ധിതമായിട്ടിട്ടും മോണിറ്റൈസേഷൻ നേടണം. അല്ലാത്ത പക്ഷം നമുക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അറിവിൽ വെച്ച് ഞാൻ പറയുന്നത്. ഒന്നാമത് നമ്മൾ ദൈനംദിനം കഴിവതും വീഡിയോ ഇടണം. ഷോർട്ട് വീഡിയോ ഇട്ടെങ്കിലേ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടത്തുള്ളൂ. ഷോർട്ട് വീഡിയോയിൽ നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുന്നതിനെക്കാട്ടി പ്രയോജനം ഷോർട്ട് വീഡിയോ ഇടുന്നതിലൂടെ നമ്മുടെ ചാനൽ ഇങ്ങനെയുള്ളതായിട്ട് മറ്റുള്ളവരിൽ കൂടുതൽ പബ്ലിസിറ്റി കിട്ടും. അങ്ങനെ നമുക്ക് കുറേ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. രണ്ടാമത് നമ്മുടെ ആരുടെയും പുറകെ പോയി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്
പറഞ്ഞ് അത് നേടരുത്. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മൾ ഇഷ്ടമില്ലാതെ കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോ കാണത്തില്ല. അങ്ങനെ നമുക്ക് സ്പാമായി പോകാൻ സാധ്യതയുണ്ട്. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് മറ്റ് പ്ലാറ്റ്ഫോമുണ്ട്, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇങ്ങനെയൊക്കെയുള്ള പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഇടരുത്. കാരണം ഇതൊരു അൽഗോരിതം പ്രവർത്തിച്ചാണ് ഈ യൂട്യൂബ് നമുക്ക് പ്രവർത്തിച്ചാണ് നമുക്ക് യൂട്യൂബിൽ വാച്ച് അവർ കിട്ടുന്നത്. ആ അൽഗോരിതം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ മറ്റുള്ള പ്ലാറ്റ്ഫോമിലേക്ക് ലിങ്ക് ഇട്ടാൽ ആ അൽഗോരിതം കാര്യമായിട്ട് പ്രവർത്തിക്കത്തുമില്ല. നമ്മൾ ലിങ്ക് ഇട്ട പ്ലാറ്റ്ഫോമിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളുടെ ഈ വീഡിയോകൾ കാണത്തുമില്ല. അങ്ങനെ നമുക്ക് ചില അബദ്ധങ്ങൾ പറ്റും. എനിക്കും അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്. നമുക്ക് ഒന്നല്ലേ 1, 10, 100 ഇങ്ങനെ അനുപാതത്തിൽ സബ്സ്ക്രൈബേഴ്സ്, നമ്മളോട് ഇഷ്ടമുള്ള, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് കൂടി വരികയാണ് ചെയ്യേണ്ടത്. രണ്ടാമത്, നമുക്കിതുപോലെ ടെക് വീഡിയോ ചെയ്യുന്നവരുടെ അടിയിൽ നമ്മൾ പോയി നമുക്ക് കൂട്ടാകാം എന്ന് പറയരുത്. അവരും നമ്മുടെ വീഡിയോകൾ കാണത്തില്ല. വെറുതെ ഒരു സബ്സ്ക്രിപ്ഷൻ കിട്ടും, നമ്മളും അങ്ങോട്ട് ചെയ്യും, പിന്നെ നമ്മുടെ വീഡിയോകൾ കാണത്തില്ല. നമുക്കതുകൊണ്ട് പ്രയോജനമില്ല. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിതിനു വേണ്ടി ധാരാളം പൈസ മുടക്കരുത്. ഞാൻ ഏതാണ്ട് 2 ലക്ഷത്തിൽ കൂടുതൽ രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് യാദൃച്ഛികമായിട്ട് ഞാൻ ഈ ട്രാവൽ വ്ലോഗാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫോണുകളൊക്കെ നിറയും. അന്നേരം ഞാൻ ക്യാമറ മേടിച്ചു. ക്യാമറയ്ക്ക് വേണ്ടി നമുക്ക് ലാപ്ടോപ്പ് വേണം. അതും 8 GB ഒന്നും പോരാ, 16 GB മേളിലുള്ള നല്ല i5-എങ്കിലുമുള്ള ലാപ്ടോപ്പാണെങ്കിൽ എക്സ്പോർട്ട് നടക്കത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള എക്സ്പെൻസുകൾ എനിക്ക് വന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു മൈക്ക് അല്ലാതെ ആരും ഒന്നും ഇതിനു വേണ്ടി മുടക്കരുതെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടെ എനിക്ക് പറയാനുണ്ട്. പിന്നെ നമ്മൾ മ്യൂസിക് എവിടുന്നെങ്കിലും എടുത്ത് മ്യൂസിക് ഇടരുത്. യൂട്യൂബിലെ ഫ്രീ മ്യൂസിക് നമുക്ക് കിട്ടും, അത് മാത്രം ഡൗൺലോഡ് ചെയ്ത് ഇടാവൂ. പിന്നെ നമുക്ക് ഇങ്ങനെ മ്യൂസിക് ഇടുന്നതിലൂടെ നമുക്ക് വരുന്ന കോപ്പിറൈറ്റ് നമ്മൾ റിമൂവ് ചെയ്ത് കളയുകയാണ് ചെയ്യേണ്ടത്. വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയരുത്. ഇനി അഥവാ അങ്ങനെ റിമൂവ് ചെയ്തിട്ടും പോയില്ലെങ്കിൽ അതങ്ങനെ തന്നെ കിടക്കണം. കാരണം നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ചാനലിൻ്റെ വളർച്ചയ്ക്ക് ദോഷം വരും. ഇങ്ങനെയൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഈ ക്ലാസ്സുകളൊക്കെ കേട്ട ശേഷമാണ് ഇത് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എനിക്ക് മോണിറ്റൈസേഷൻ ആകണമെന്നോ ഒന്നുമുള്ള പ്രതീക്ഷയില്ല. പിന്നെ ഇത്രയും എക്യുപ്മെൻറ്റ്സൊക്കെ മേടിച്ചത് കൊണ്ട് ഞാനിതങ്ങ് തുടർന്ന് പോകുന്നു, നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്നെങ്കിലും ആകുന്നെങ്കിലും ആകട്ടെ, അല്ലാത്ത പക്ഷം ആയില്ലെങ്കിലും സാരമില്ല. കാരണം ഇതിൽ നിന്ന് പണം ലഭിക്കുമെന്നൊന്നും പ്രതീക്ഷിച്ചാരും യൂട്യൂബ് തുടങ്ങല്ലേ. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. 880 വീഡിയോയിൽ കൂടുതൽ ഇട്ട ഒരു വ്യക്തി, 2.5 വർഷത്തിൽ കൂടുതൽ ഇത് പ്രവർത്തിച്ച വ്യക്തി എന്നുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസ് വേണമെങ്കിൽ എന്നോട് കമൻ്റായിട്ട് ചോദിച്ചാൽ ഞാൻ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. ഞാനിതിലൊരു വിദഗ്ധൻ അല്ലാത്തത് കൊണ്ടാണല്ലോ ഞാൻ പരാജയപ്പെട്ടത്. പിന്നെ വിജയിക്കുന്ന കാര്യത്തിൽ ഒരുപാട് യൂട്യൂബേഴ്സുണ്ട്, വിജയിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നും പറഞ്ഞ് അവരുടെയൊക്കെ വീഡിയോകൾ കണ്ടാൽ മനസ്സിലാവും. റോക്കറ്റ് പോലെ കുതിക്കുമെന്നൊക്കെ പറഞ്ഞ് പലരും ഇടുന്നുണ്ടെങ്കിലും ഞാനിതൊക്കെ ചെക്ക് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയൊന്നും ഇത് കുതിക്കത്തില്ല. നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ താല്പര്യപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് മാത്രമേ നമുക്ക് ഉണ്ടാകാവൂ. അവരെ കൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ. അത് കൂടുതൽ സമയമെടുത്തായെങ്കിലും അങ്ങനെ മതി. പിന്നെ ഞാൻ 10-ൽ കൂടുതൽ രാജ്യങ്ങളുടെ വീഡിയോകളാണ് ഇട്ടിരിക്കുന്നത്. കണ്ടൻറ്റ് ശരിയല്ല എന്ന് മറ്റുള്ളവരൊക്കെ പറയും. നമുക്കറിയാവുന്ന കണ്ടൻറ്റ് നമ്മളിടും. ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ പറയുന്നു. നമ്മൾ പറയുന്ന എണ്ണം പോലും ആരും ലൈക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്യത്തില്ല. കാരണം നമുക്ക് എന്തെങ്കിലും വരുമാനം ഇതിൽ നിന്ന് കിട്ടിപ്പോയെങ്കിലോ എന്നായിരിക്കും അവരുടെ ഉദ്ദേശം. ആരും ലൈക്കും ചെയ്യത്തില്ല, കമൻറ്റും കാര്യമായിട്ട് എടുത്തില്ല. പെൺകുട്ടികളൊക്കെ ഈ ഫീൽഡിൽ വരാമെങ്കിൽ കുറേ മോശം കമൻറ്റുകൾ ഓരോരുത്തർ ഇടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കും സങ്കടം വരും. വാസ്തവത്തിൽ നമുക്ക് അങ്ങനെയുള്ള കമൻറ്റ് നമുക്ക് സങ്കടം വരും. ഓരോരുത്തരും വളരെ ഇൻട്രസ്റ്റായിട്ട് അവരുടെ കഴിവുകൾ കാണിക്കാൻ വരുമ്പോൾ മോശം കമൻറ്റുകളൊക്കെ അതിലിടുന്നത് ശരിയല്ല.
പിന്നെ ചിലരുടെ പരിപാടി ആനുകാലികമായ ചില വാർത്തകൾ സൃഷ്ടിച്ച് ഒക്കെ ഇട്ട് മോണിറ്റൈസേഷൻ ആക്കുന്നവരും വരുമാനം ലഭിക്കുന്നവരും ഒക്കെ ഉണ്ട്. അതിന് നല്ല സൗണ്ട് ക്വാളിറ്റി, നല്ല സംസാരശേഷിയും അവതരിപ്പിക്കാനുള്ള കഴിവുമൊക്കെ ഉള്ളവർ ഇങ്ങനെയുള്ള ചില വാർത്തകളുടെ അറ്റത്തൊക്കെ പിടിച്ച് ഈയിടെ റാന്നിയിൽ ഒരു പയ്യൻ കല്യാണം കഴിച്ച് പിറ്റേ ദിവസം അവളെ ഉപേക്ഷിച്ച് ഇറ്റലിക്ക് പോയി. ആ വാർത്തകളൊക്കെ ചൂട് പിടിച്ച് അനേകം യൂട്യൂബിൽ ഞാൻ കണ്ടു. 10-30K ഒക്കെയാണ് ഓരോരുത്തർക്ക് കിട്ടിയിരിക്കുന്നത്. അത് ആകെപ്പാടെ 3 വോയിസ് ഉണ്ട്. അതിനെ അടിസ്ഥാനമാക്കി പൊടിപ്പും തൊങ്ങലുമൊക്കെ വെച്ച് ഒരുപാട് സൃഷ്ടികൾ ഉണ്ടാക്കി അങ്ങനെ അവതരിപ്പിക്കും. ഈ റാന്നി പ്രദേശമോ അതേത് ജില്ലയിലാണെന്നോ ഈ പാർട്ടിയെക്കുറിച്ചോ ഒന്നും അറിയാൻ വയ്യാത്തവരാണ് യൂട്യൂബേഴ്സ്. ഞാൻ ആ റാന്നി പ്രദേശത്തുള്ള ആളാണ്, എനിക്ക് ആ പയ്യനെ അറിയാം. പക്ഷേ ഈ സംഭവത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അങ്ങനെയൊക്കെയാണ് ചിലർ വാർത്തകളെ സൃഷ്ടിച്ചും പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ചുമൊക്കെ യൂട്യൂബിൽ ആളുകളെ കൂട്ടുന്നത്. അത് ഓരോരുത്തരുടെ ഒരു കഴിവാണ്. നമ്മളുടെ കഴിവേ നമുക്ക് പ്രദർശിപ്പിക്കാൻ കഴിയുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയുന്നു. പിന്നെ എന്തെങ്കിലും യൂട്യൂബ് സംബന്ധമായ കമൻറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടുക. പിന്നെ ഈ 365 ദിവസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും നേടാൻ ശ്രമിക്കുക. എൻ്റേത് നേടാമെന്ന് ഞാൻ ഇനിയും കരുതുന്നില്ല, എങ്കിലും ഞാനിതിൽ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ചില അഡ്വൈസൊക്കെ തരാൻ വേണ്ടിയാണ് ഞാൻ യൂട്യൂബിലേക്ക് ഇന്ന് മുഖാമുഖം വന്നത്. ഞാനിപ്പോൾ ലൈവും ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ പറയും ലൈവ് ചെയ്യണം, നല്ല കണ്ടൻറ് ഇടണം, നല്ല തമ്പനയിൽ ഇടണം, ഇതൊക്കെയാണ് കാരണമെന്ന് പറയും. ഇതെല്ലാം ചെയ്ത് നോക്കിയിട്ടും വിജയിക്കുന്നില്ല. ആരും കൂടുതൽ പേരും കാണുന്നില്ല. വാച്ച് അവർ ദിവസം തോറും കുറയുന്നുമുണ്ട്. അപ്പോൾ എനിക്ക് പറ്റിയ മണ്ടത്തരങ്ങളൊക്കെ ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിച്ചു. ആ മണ്ടത്തരങ്ങളൊക്കെ വരാതെ സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്കിതിൽ വിജയിക്കാം. യൂട്യൂബ് മോണിറ്റൈസേഷൻ ആകാനുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് അവറുമാണ്. അതിൽ 2998 മണിക്കൂർ വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിറ്റേ ദിവസം ആകാമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ താണ് പോകും. അത് നമ്മുടെ മനസ്സിന് ഭയങ്കര വേദന ഉണ്ടാക്കും. മറ്റൊരു ക്രൈറ്റീരിയ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സുമാണ്. എനിക്കിപ്പോൾ 2000 സബ്സ്ക്രൈബേഴ്സുണ്ട്, പക്ഷേ 4000 വാച്ച് അവർ ആകുന്നില്ല. 3000-ന് 5 മണിക്കൂർ കുറവ് വരെ, അല്ല 2 മണിക്കൂർ കുറവ് വരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ താണ് പോകും. അങ്ങനെ നമുക്ക് ഇതിനകത്ത് ഒരിക്കലും വിജയിക്കാവുന്ന പ്രതീക്ഷിക്കാവുന്ന ഒരു രീതിയല്ല. അതുകൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും ഏത് രീതിയിലാണെങ്കിലും നേടണം. അല്ലാത്ത പക്ഷം ഞാനിപ്പോൾ അനുഭവിക്കുന്ന പോലുള്ള ഒരു മനപ്രയാസം ഉണ്ടാകും. പിന്നെ വിദ്യാർത്ഥികളൊന്നും ഈ രംഗത്ത് വരരുത്. കാരണം നമ്മളെപ്പോഴും ഇതിൽ ശ്രദ്ധിച്ച് നമ്മുടെ വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. നമ്മളെപ്പോഴും ഈ YT സ്റ്റുഡിയോ നോക്കിക്കൊണ്ടിരിക്കും, വാച്ച് അവർ എത്രയായി എന്ന്. അപ്പം വിദ്യാർത്ഥികൾ പഠിക്കുന്നവരൊന്നും ഈ രംഗത്ത് വരരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇതൊരു നല്ലവണ്ണം സമയം പോകുന്ന ഒരു പരിപാടിയാണ്. പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ കഴിയും, എഡിറ്റ് ചെയ്യാൻ പഠിക്കും. ഞാനിപ്പോൾ ഫോണിലും ലാപ്ടോപ്പിലും എഡിറ്റ് ചെയ്യാൻ പഠിച്ചു. പിന്നെ ഓരോ വിഷയം നമുക്ക് അറിയാൻ വേണ്ടി നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് എന്തെങ്കിലും ആ വിഷയത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറയണമല്ലോ എന്ന് കരുതി നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് ഗൂഗിളിലൊക്കെ ഒന്ന് നോക്കും. അങ്ങനെ ആ സംഭവം എന്താണെന്ന് നമുക്ക് അതിൻ്റെ പശ്ചാത്തലം എന്തുവാണെന്നോ അതിൻ്റെ കഥ എന്തുവാണെന്നോ അത് എവിടെയാണെന്നോ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് അറിവ് കിട്ടും. അങ്ങനെയൊക്കെയുള്ള ചില ഗുണങ്ങളും കൂടെ ഇതിലുണ്ട്. പിന്നെ എഡിറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കും, മ്യൂസിക് കൊടുക്കാൻ പഠിക്കും, എഫക്റ്റുകളൊക്കെ കൊടുക്കാൻ പഠിക്കും. അങ്ങനെ നല്ല ഒരു നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നമ്മളെപ്പോഴും അപ്ഡേറ്റ് ആയിട്ടിരിക്കും. അങ്ങനെ ചില ഗുണങ്ങളൊക്കെ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടിയില്ലെങ്കിലും പൈസ കിട്ടിയില്ലെങ്കിലും ഒക്കെ ചില ഗുണങ്ങളൂടെ ഉണ്ട്. സമയം പോകും. ഞാനൊരു റിട്ടയർഡ് പേഴ്സണാണ്, അതുകൊണ്ട് എനിക്ക്
ധാരാളം സമയം പോകുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. ചില നല്ല കാര്യങ്ങളും വരുമാനത്തിലുപരിയായിട്ട് നമുക്കിതിൽ നിന്ന് കിട്ടും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് ആരും യൂട്യൂബ് തുടങ്ങരുതെന്ന് ഞാൻ പറയത്തില്ല. യൂട്യൂബ് തുടങ്ങുന്നത് നല്ലതാണ്. പിന്നെ ഒരുപാട് പ്രതീക്ഷയോ പണമോ ഇതിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആരും തുടങ്ങരുത്. ഒരുപാട് പൈസ ഇതിനു വേണ്ടി ചിലവഴിക്കരുത്. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ അഡ്വൈസ്. ഓക്കെ, നന്ദി, നമസ്കാരം.